നമ്മൾ ഒരു സെർച്ച് ബ്രൗസറിൽ പോയിട്ട് ബ്രില്യൻറ്റ് പാല എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് കാണിക്കും, brilliantpala.org. അപ്പം ഈ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കയറുന്നത് നമ്മുടെ ഹോം പേജിലായിരിക്കും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് പ്രോഗ്രാമിൻ്റെ ആ കോഴ്സ് പേജിലോട്ട് പോകണം. അതിൽ നമുക്ക് രണ്ട് രീതിയിൽ പോകാൻ സാധിക്കും. ഒന്ന്, നമുക്ക് ഇവിടെ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ക്രാഷ് പ്രോഗ്രാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നീറ്റ് JEE KEAM എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് പേജിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ക്രാഷ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് CUET. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിൻ്റെ ആ പേജിലോട്ട് പോകും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്രാഷ് പ്രോഗ്രാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായിലെ ക്രാഷ് പ്രോഗ്രാം ഇവിടെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല നിങ്ങൾ CUET പ്രോഗ്രാമാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം ഇവിടെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബ്രോഷറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ക്രാഷ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു നമ്മുടെ ഇമേജ്, നമ്മുടെ കേരളത്തിൽ എവിടേക്കാണ് നമ്മുടെ സെൻറ്റർ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു റിക്വസ്റ്റ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്രാഷ് മെഡിക്കൽ എഞ്ചിനീയർ എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു വാട്സാപ്പ് ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് നേരെ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 ബട്ടൺ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. ഇവിടെ കോഴ്സ് വീഡിയോ ഉണ്ട്, മെറ്റീരിയൽസ് വീഡിയോ ഉണ്ട്, രജിസ്ട്രേഷൻ വീഡിയോ ഉണ്ട്, രജിസ്റ്റർ ബട്ടൺ ഉണ്ട്. മെറ്റീരിയൽസ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ 9 മെറ്റീരിയൽ ഏതൊക്കെയാണെന്നുള്ള ഇൻഡെപ്ത് വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി അതല്ല കോഴ്സിനെ കുറിച്ച് A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമുക്കിവിടെ കോഴ്സ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ശിവൻ സാറും ജസ്റ്റ് സാറും മനു സാറും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. അത് കാണുന്നത് നല്ലതായിരിക്കും. നമുക്ക് രജിസ്ട്രേഷൻ വീഡിയോ ഉണ്ട്. ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഈ ബട്ടണിലായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നവർക്ക് രജിസ്ട്രേഷൻ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഈ ബട്ടൺ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിൽ നിന്നും മാറി admissions.brilliantpala.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് വരും. ഇവിടെ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് വെൽക്കം ബാക്ക്, നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. ഇതിനു മുമ്പ് ബ്രില്യൻറ്റ് പാലയിൽ അക്കൗണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഓൾറെഡി ഒരു സ്റ്റുഡൻ്റ് ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും ഉണ്ടാവും. അത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങളൊരു പുതിയ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID, പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ്, ഇത് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു വെരിഫിക്കേഷൻ കോഡാണ്. നമ്മളിപ്പോൾ കൊടുത്ത ആ നമ്പറിലും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത മെയിൽ IDയിലും ആ OTP കോഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ OTP വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ സ്പാം ഫോൾഡേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ കോഡ് ഉണ്ടാവും. നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ആ OTP ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ബേസിക്കലി നമ്മൾ എത്രാമത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ 6th 7th അതോ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ? എനിവേ ക്രാഷിന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ ഒരു പ്രോഗ്രാമാണ് എടുക്കുന്നത്. ക്ലാസ് 12 കംപ്ലീറ്റഡ് റിപ്പീറ്റേഴ്സ് ബാർ ക്രാഷ് കോഴ്സ്. ഈ ഒരു പ്രോഗ്രാമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് സെലക്ട് ചെയ്യാം, സേവ് കൊടുക്കാം. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഒന്ന് ക്രാഷ് മെഡിക്കൽ ഓൺലൈൻ, ക്രാഷ് എഞ്ചിനീയറിംഗ് ഓൺലൈൻ, അതുപോലെ തന്നെ ഹൈബ്രിഡിൻ്റെ phase 2 പ്രോഗ്രാംസ് ആണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ്ലൈൻ പ്രോഗ്രാംസ്. അതുപോലെ ദുബായ് ഉള്ള നമ്മുടെ മെഡിക്കൽ ഓഫ്ലൈൻ പ്രോഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ പല പ്രോഗ്രാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നിങ്ങളിവിടെ മൈ കോഴ്സിനകത്ത് അവൈലബിൾ കോഴ്സിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് വരുന്നത്. ഈ ഒരു ഓപ്ഷനിലാണ് ഇതെല്ലാം വരുന്നത്, ക്രാഷ് പ്രോഗ്രാം ഒക്കെ വരുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഇവിടെ പണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കുറേ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ 8ൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ 7ൽ പഠിച്ചപ്പോഴോ 10ൽ പഠിച്ചപ്പോഴോ ഒക്കെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിനൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ചിലപ്പോൾ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ അവൈലബിൾ കോഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആ പ്രോഗ്രാം നിങ്ങൾക്ക്, അതായത് ക്രാഷ് പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരണമെന്നില്ല. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് 10ൽ പഠിക്കുകയാണെന്ന് പറഞ്ഞായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ 7th അല്ലെങ്കിൽ 11th പഠിക്കുമെന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഇവിടെ കാണിക്കത്തുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ കോഴ്സിനകത്ത് പോയിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ വരുമ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഇവിടെ ഒന്നുകൂടെ ചോദിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, സെലക്ട് യുവർ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത്
ക്ലാസ് 12 കംപ്ലീറ്റഡ് റിപ്പീറ്റേഴ്സ് ബാർ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണോ അവിടെ സേവ് ആയി കിടക്കുന്നതെന്ന് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതൊന്ന് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് പ്രോഗ്രാം നിങ്ങളുടെ അവൈലബിൾ കോഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ക്രാഷ് പ്രോഗ്രാം നമുക്ക് അവൈലബിൾ കോഴ്സിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വ്യൂ കോഴ്സ് എന്ന് കൊടുക്കാം. ഇനി എല്ലാ ക്രാഷ് പ്രോഗ്രാമും നമുക്കിവിടെ കാണാൻ സാധിക്കും. മെഡിക്കൽ ഓൺലൈൻ, എഞ്ചിനീയറിംഗ് ഓൺലൈൻ, അതുപോലെ തന്നെ ഹൈബ്രിഡ് 2 പ്രോഗ്രാം നമുക്ക് കാണാം. ഓഫ്ലൈൻ 2 പ്രോഗ്രാമും കാണാം. ദുബായ് പ്രോഗ്രാമും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഓൺലൈൻ സെലക്ട് ചെയ്യേണ്ട വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ 2 പ്രോഗ്രാമാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് phase 2 phase 3 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് phase 2 ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഒരു സാമ്പിളിന് മെഡിക്കൽ ഓൺലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫ്ലൈൻ പ്രോഗ്രാമിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. മെഡിക്കൽ ഓൺലൈൻ ഇപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കിവിടെ കാണാം phase 2 വിത്ത് മെറ്റീരിയൽ, phase 2 വിത്തൗട്ട് മെറ്റീരിയൽ ഉണ്ട്. അതായത് February 3rd ബാച്ചിൻ്റെയാണിത്. ഇനി അതുകൂടാതെ ബോർഡ് എക്സാമിന് ശേഷമുള്ള ബാച്ചാണെങ്കിൽ phase 3 ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉള്ളി ക്ലാസ്സുകൾ വേണമെങ്കിൽ മാത്രം ഇംഗ്ലീഷ് ഉള്ളി പ്രോഗ്രാം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു 2 പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. പുറകെ പോയി നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മെഡിക്കൽ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സെലക്ട് സെൻറ്റർ. അപ്പോൾ ഇത്രയധികം സെൻറ്ററുകൾ 30ഓളം സെൻറ്ററുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സെൻറ്റർ ആണെന്നും അതിൻ്റെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആറ്റിങ്ങിൽ എടുക്കുകയാണ്. റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയാണോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാണോ അറിഞ്ഞത്, അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണാം. എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്. ബേസിക്കലി നമ്മുടെ 10ൻ്റെയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മാർക്കുകളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. 10th ഇപ്പോൾ നിങ്ങൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ SSLC കൊടുക്കാം. അപ്പോൾ തന്നെ ഇവർ 10ൽ ഏത് ഇയറാണ് പാസ്സായെന്ന് ചോദിക്കുന്നുണ്ട്. 2023 ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. റിസൾട്ട് പാസ്റ്റ് കൊടുക്കാം. നിങ്ങളുടെ റോൾ നമ്പർ എന്താണോ അത് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡ് എങ്ങനെയാണ് കിട്ടിയത് ആ ഗ്രേഡ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഹയർ സെക്കൻഡറി ഡീറ്റെയിൽ ആണ്. നിങ്ങളിപ്പം 10ന് ശേഷം നിങ്ങൾ സിലബസ് മാറിയിട്ടുണ്ടെങ്കിൽ അത് CBSE ആണോ ISC ആണോ അങ്ങനെ കൊടുക്കാം. HSC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് HSC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. HSC കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ +1ൻ്റെ മാർക്കും ഇയർ ഓഫ് പാസിങ്ങും എല്ലാം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ CBSE ആണെന്നുണ്ടെങ്കിലോ, CBSE ആണെന്നുണ്ടെങ്കിൽ ഇയർ ഓഫ് പാസിങ് നിങ്ങൾക്ക് 2025 കൊടുക്കാം. +2 ആണ് ചോദിക്കുന്നത്. CBSE കൊടുത്തു കഴിഞ്ഞാൽ +2ൻ്റെ മാർക്കാണ് ചോദിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ് നമുക്ക് വെയിറ്റ് ഫോർ റിസൾട്ട് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും വരികയില്ല. നേരെ മറിച്ച് നിങ്ങൾ HSC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ +1ൻ്റെ മാർക്കാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മൾ 2024 +1 പാസ്സാവുന്നത്. അതിന് നമുക്ക് പാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോൾ നമ്പറും മാർക്ക് ലിസ്റ്റും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് മാർക്ക് കൊടുത്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ലാസ്റ്റ് ഇയർ ഇപ്പം മെഡിക്കൽ ക്രാഷിനൊക്കെ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് സ്കോർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. നമ്മുടെ റോൾ നമ്പർ കൊടുക്കാനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റോൾ നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അത് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ റോൾ നമ്പറൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ റിക്വസ്റ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നമുക്ക് നോക്കാം. 10ൽ നമ്മുടെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ നമ്മുടെ +1ൻ്റെ ഡീറ്റെയിൽ, നമ്മൾ കൊടുത്ത മാർക്ക്, നമ്മൾ കൊടുത്ത റാങ്ക് ലിസ്റ്റ് എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഫീസ് ഇവിടെ കാണാൻ സാധിക്കും. കൺഫേം റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും, അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീസ്. മുമ്പൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിപ്പം നമുക്ക് 96% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം നിങ്ങളിവിടെ മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ടീം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് അതിൻ്റെ സ്കോളർഷിപ്പ് നമ്മൾ നോക്കി എലിജിബിൾ ആയ വിദ്യാർത്ഥികൾക്കെല്ലാം നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ സ്കോളർഷിപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങളുടെ ഓഫീസിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുകയോ ചെയ്താൽ മതി. അത് ഞങ്ങൾ മാനുവലി ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനിയിപ്പോൾ പ്രൊഫൈൽ ഫിൽ ചെയ്യുന്നൊരു സെക്ഷനാണ്. ഇതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ, കോഴ്സ് പേയ്മെൻറ്റ്, അതായത് 4th സ്റ്റെപ്പാണ് നമ്മുടെ ഫീ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബൈ ദ വേ നിങ്ങൾ ഈ 3 ഫിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ് ആയിട്ട് വന്നോളും. അങ്ങനെയാണ് ഒരു നോർമൽ ടൈം വരുന്നത്. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ ലോഗൗട്ടായി പോകുമെന്ന് വിചാരിച്ചോ, വീണ്ടും നമുക്ക് പ്രൊഫൈൽ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈൽ കൊടുത്താൽ മതി. നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഫൈലിലോട്ട് വരും.
ഇവിടെ തന്നെ നമ്മുടെ കൊടുത്തിട്ടുണ്ട് 0% പ്രൊഫൈൽ ഈസ് കംപ്ലീറ്റഡ്. നമുക്ക് ഇവിടെ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതേ സെക്ഷനിലോട്ട് തന്നെ നമുക്ക് വരാം. പേഴ്സണൽ ഡീറ്റെയിൽ, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ, കോൺടാക്ട് ഡീറ്റെയിൽ, അതിനുശേഷം നമുക്ക് ഫീ പേയ്മെൻറ്റിലോട്ടും പോകാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു സാമ്പിൾ ഫോട്ടോയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ക്രോപ്പ് ആൻഡ് സേവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം എറർ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാം. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മുടെ ജെൻഡർ കാറ്റഗറി, പിന്നെ അതുപോലെ ഫാദേഴ്സ് നെയിം ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽ ആണ്, നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഏത് രാജ്യത്താണ്. ഇപ്പം കേരളത്തിൽ, ഇന്ത്യക്ക് വെളിയിലുള്ള വിദ്യാർത്ഥികൾക്കാണ്. ഇന്ത്യയിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ തന്നെ കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പഠിക്കുന്നുണ്ടോ, ആ ഒരു ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, അതായത് എൻ്റർ കമ്മ്യൂണിക്കേഷൻ കോൺടാക്ട്, നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് നമ്മൾ മെറ്റീരിയലിലേക്ക് അയച്ചു തരാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ഓൺലൈൻ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ മെൻറ്റർ നിങ്ങളെ വിളിച്ച് ഈ ഒരു അഡ്രസ്സ് ഒന്നുകൂടി വെരിഫൈ ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാം. അപ്പം നമുക്കൊരു മെസ്സേജ് കിട്ടും, പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. നമുക്ക് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും നമ്മുടെ പ്രൊഫൈലൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് കോഴ്സ് നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രോഗ്രാമാണ്, ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രാഷ് 2025 മെഡിക്കൽ ഓഫ്ലൈനിലാണ്. നമുക്കിനി പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫീ കാണിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് ഉള്ളവർക്കൊക്കെ ഫീ ഇവിടെ റെഡ്യൂസ് ചെയ്ത് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പം രജിസ്റ്റർ ചെയ്ത പ്രോഗ്രാം മാറിപ്പോയി മെഡിക്കൽ ഓഫ്ലൈനിലല്ല, നിങ്ങൾ ഓൺലൈൻ ആയിരുന്നു എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ആ രജിസ്റ്റേർഡ് കോഴ്സ് ഞങ്ങൾ മാറ്റിത്തരാം. അതിനിപ്പോൾ നമുക്ക് മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ഓപ്ഷൻ നോക്കാം. മേക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ നമുക്ക് ഓൺലൈൻ ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഓപ്ഷനുണ്ട്. ആദ്യം തന്നെ ഓഫ്ലൈൻ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഓഫ്ലൈൻ കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് വരും. ഈ ചെല്ലാനിൽ നമ്മുടെ ഡീറ്റെയിൽ ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഏത് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ പൈസ അടയ്ക്കേണ്ടതെന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബേസിക്കലി ഈ ഒരു ചെല്ലാൻ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഏത് ബാങ്കിൽ കൊണ്ട് കൊടുത്താലും നിങ്ങളുടെ പേരിൽ ബ്രില്യൻറ്റ് പാലയുടെ അക്കൗണ്ടിലോട്ട് ഫീസ് വരുന്നതായിരിക്കും. അത് ഒരു 24 ഹവറിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ അത് ക്യാച്ച് ചെയ്ത് വരും. അങ്ങനെ അതായത് ബാങ്ക് വഴിയൊക്കെ അടയ്ക്കണം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കാൻ എന്തെങ്കിലും എററൊക്കെ വരുന്നുണ്ട്, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫ്ലൈൻ മെത്തേഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ 8 ക്യാമ്പസുകളിൽ പോയാൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്യാഷായി നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ സാധിക്കും. നമുക്കത് ഓൺലൈൻ എങ്ങനെയാണെന്ന് നോക്ക്. ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. പേ നൗവിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഐ അഗ്രി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് വിൻഡോയിലോട്ടാണ് പോകുന്നത്. ഇതിൽ തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് QR കോഡ്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് നമുക്ക് QR കോഡ് കാണിക്കും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം എങ്ങനെയാണെങ്കിലും നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ UPI, കാർഡ്സ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ഈ പേയ്മെൻറ്റ് നടത്താം. അതുപോലെ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബില്ല് ജനറേറ്റ് ചെയ്യും. നിങ്ങളുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ടൊക്കെ ഇവിടുന്ന് കൺഫർമേഷൻ മെസ്സേജും വരും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആ പേയ്മെൻറ്റ് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. പേയ്മെൻറ്റ് നടത്തി എന്തെങ്കിലും എറർ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വരിക, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളത് മാനുവലി ചെക്ക് ചെയ്ത് അത് ക്യാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യം മനസ്സിലായി. ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ UI വരുന്നത്, ഒരു ഇൻ്റർഫേസ് വരുന്നത് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾ ഫോൺ വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഒരേപോലെ തന്നെ പോകും. പക്ഷേ ഈ പേയ്മെൻറ്റിൻ്റെ അവിടെ മാത്രം ചെറിയൊരു ഇൻ്റർഫേസ് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ QR കോഡൊന്നും വരികയില്ല. നമ്മുടെ UPIയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ഇവിടെ ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ പേ ഒരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ആ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസ് അവരവരുടെ ഫോണിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ പേ അല്ലെങ്കിൽ അങ്ങനത്തെ പേയ്മെൻറ്റ് ആപ്സൊക്കെ വേറെ പേരൻസിൻ്റെ ഫോണിലായിരിക്കും. അപ്പോൾ അത് പലപ്പോഴും എററായിട്ട് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കുക, ഇവിടം വരെ ചെയ്യുക. അതിനുശേഷം
ഏത് ഫോണിലാണ് ഈ പേയ്മെൻറ്റ് നടത്താനുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ആ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ ഭാഗം മാത്രം അവിടെ ചെയ്യുക, എങ്കിലേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് സ്വയം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസിലോ വന്ന് ഇത് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫോൺ വഴിയോ അല്ലെങ്കിൽ സിസ്റ്റം വഴിയോ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിൻ്റെ ലാസ്റ്റ് തന്നെ തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ മെറ്റീരിയൽ വീഡിയോസിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ അയച്ചു തരാം. അതെല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത യൂസർ ഐഡിയും പാസ്വേഡും സൂക്ഷിച്ച് വെക്കുക. സ്റ്റുഡൻറ്റ് ഐ ഡി നമുക്ക് എന്താണെങ്കിലും മാറ്റാൻ സാധിക്കുന്നതല്ല. പക്ഷേ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അന്ന് കൊടുത്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ കൊടുത്ത് നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം വിത്തിൻ 24 hours നിങ്ങളുടെ മെൻറ്റർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഇൻ കേസ് വിളിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ വിളിക്കാൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് പറയുക, ഞങ്ങളത് ശരിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.